നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഭാഗത്ത് നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. പരീക്ഷയിൽ പ്രത്യേകിച്ച് ഗ്രാജുവേറ്റ് ലെവൽ, ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന്, അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്, KS പരീക്ഷകൾക്ക്, ഒപ്പം എന്താണ് 10th മെയിൻസ് എക്സാമിനും ദേവസ്വം ബോർഡ് എക്സാമിനും ഒക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന തരത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ആണ് നോക്കുന്നത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം. പൂക്കാട് കലാലയം, ചേലിയ കഥകളി വിദ്യാലയം എന്നിവ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തതാര്? പൂക്കാട് കലാലയം, ചേലിയ കഥകളി വിദ്യാലയം എന്നിവ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തതാര്? ആരാണ്? ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ഇദ്ദേഹം ഒരു കഥകളി ആചാര്യനാണ്. 2021 മാർച്ചിൽ അദ്ദേഹത്തിൻ്റെ 104ാം വയസ്സിലാണ് മരിച്ചത്. ഇദ്ദേഹം ഒരു കഥകളി ആചാര്യനാണ്, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. പൂക്കാട് കലാലയം, ചേലിയ കഥകളി വിദ്യാലയം എന്നിവ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തത് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചതാരാണ്? നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഏറ്റവും വളരെ പ്രശസ്തമായിട്ടുള്ളൊരു താരാട്ടുപാട്ടാണല്ലേ ഓമനത്തിങ്കൾ കിടാവോ. ഓമനത്തിങ്കൾ കിടാവോ രചിച്ചത് ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ് ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത്. ഇരയിമ്മൻ തമ്പി ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ സമകാലീനനായിരുന്നു? ഇരയിമ്മൻ തമ്പി സ്വാതി തിരുനാളിൻ്റെ സമകാലികനായിട്ടുള്ള സംഗീതജ്ഞനായിരുന്നു ഇരയിമ്മൻ തമ്പി. അപ്പോൾ ഇരയിമ്മൻ തമ്പി സ്വാതി തിരുനാളിൻ്റെ സമകാലികനായിരുന്നു. ഗുരുവായൂരപ്പനെക്കുറിച്ചുള്ള കരുണ ചെയ്വാനന്ദു താമസം കൃഷ്ണ എന്ന പ്രസിദ്ധമായ കീർത്തനം രചിച്ചതാരാണ്? അതും ഇരയിമ്മൻ തമ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. കരുണ ചെയ്വാനന്ദു താമസം കൃഷ്ണ എന്ന പ്രസിദ്ധമായ കീർത്തനം രചിച്ചതും ആരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. ഇരയിമ്മൻ തമ്പി സ്വാതി തിരുനാളിൻ്റെ സമകാലികനായിരുന്നു. പൂക്കാട് കലാലയം, ചേലിയ കഥകളി വിദ്യാലയം എന്നിവ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തത് ആരാണ്? ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ് പൂക്കാട് കലാലയം, ചേലിയ കഥകളി വിദ്യാലയം എന്നിവ സ്ഥാപിക്കാനായിട്ട് മുൻകൈ എടുത്തത്. ദക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രോത്സവം ഏതാണ്? ഏതുത്സവമാണ്? കൊട്ടിയൂർ ഉത്സവമാണ് ദക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രോത്സവം. കൊട്ടിയൂർ കണ്ണൂർ ജില്ലയിൽ ബാവലി നദിയുടെ കരയിലുള്ള കൊട്ടിയൂർ ക്ഷേത്രങ്ങളാണ്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കൊട്ടിയൂർ ഉത്സവമാണ് എന്ത്? അത് വൈശാഖ മഹോത്സവത്തിന് പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ. കൊട്ടിയൂർ ഉത്സവമാണ് ദക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രോത്സവം. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് മാണി മാധവ ചാക്യാരാണ്. ആരാണ്? മാണി മാധവ ചാക്യാരെയാണ് കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? മാണി മാധവ ചാക്യാരെയാണ്. മാണി മാധവീയം ആരുടെ ജീവചരിത്രമാണ്? മാണി മാധവ ചാക്യാരുടെ ജീവചരിത്രമാണ് മാണി മാധവീയം. ആ പേര് തന്നെ വെച്ച് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. മാണി മാധവീയം മാണി മാധവ ചാക്യാരുടെ ജീവചരിത്രമാണ്. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ് യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരമുള്ള കേരളത്തിലെ ജില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം. ദക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രോത്സവം ഏതാണ്? കൊട്ടിയൂർ ഉത്സവമാണ്. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മാണി മാധവ ചാക്യാരെയാണ്. ആരുടെ ജീവചരിത്രമാണ് മാണി മാധവീയം? മാണി മാധവ ചാക്യാരുടെ ജീവചരിത്രമാണെന്ത്? മാണി മാധവീയം. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരമുള്ള കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. എന്താണ്? യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരമുള്ള കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. കർണാടക സംസ്ഥാനത്തിൽ വ്യാപകമായിട്ട് പ്രചാരമുള്ള നാടോടി കലാരൂപം ഏതാണ്? കർണാടക സംസ്ഥാനത്തിൽ വ്യാപകമായിട്ട് പ്രചാരമുള്ള നാടോടി കലാരൂപമാണ് യക്ഷഗാനം. എന്താണ്? യക്ഷഗാനമാണ് കർണാടക സംസ്ഥാനത്തിൽ വ്യാപകമായിട്ട് പ്രചാരമുള്ള നാടോടി കലാരൂപം. ബയലാട്ടം എന്നും അറിയപ്പെടുന്ന ഏത് കലാരൂപത്തിനാണ് കഥകളിയുമായി സാമ്യമുള്ളത്?
ബയലാട്ടം എന്നും അറിയപ്പെടുന്നത് യക്ഷഗാനമാണ് കേട്ടോ. കാസർഗോഡ് നല്ല പ്രചാരത്തിലുള്ളതാണ്. ഒപ്പം കർണാടക സംസ്ഥാനത്തിൽ വ്യാപകമായിട്ട് പ്രചാരമുള്ള നാടോടി കലാരൂപമാണ് യക്ഷഗാനം. ബയലാട്ടം എന്നും അറിയപ്പെടുന്നുണ്ട് എന്ത്? യക്ഷഗാനത്തെ. അതിന് കഥകളിയുമായിട്ടാണ് സാമ്യമുള്ളത്. കാസർഗോഡ് ജനിച്ച ആരാണ് യക്ഷഗാനത്തിൻ്റെ പിതാവ്? പാർത്ഥി സുബ്ബയാണ്. കാസർഗോഡ് ജനിച്ച പാർത്ഥി സുബ്ബയാണ് യക്ഷഗാനത്തിൻ്റെ പിതാവ്. പ്രാചീന കാലത്ത് 12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായയിൽ അരങ്ങേറുന്ന മഹോത്സവം ഏതാണ്? മാമാങ്കമാണ്. എത്ര വർഷത്തിലാണ്? 12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായയിൽ അരങ്ങേറുന്ന മഹോത്സവമാണ് മാമാങ്കം. അപ്പോൾ കർണാടക സംസ്ഥാനത്തിൽ വ്യാപകമായിട്ട് പ്രചാരമുള്ള നാടോടി കലാരൂപമാണ് യക്ഷഗാനം. ബയലാട്ടം എന്നും അറിയപ്പെടുന്നത് എന്താണ്? ബയലാട്ടം എന്നും അറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? യക്ഷഗാനമാണ്. അത് കഥകളിയുമായിട്ട് സാമ്യമുള്ളതാണ്. കാസർഗോഡ് ജനിച്ച ആരാണ് യക്ഷഗാനത്തിൻ്റെ പിതാവ്? പാർത്ഥി സുബ്ബയാണ് യക്ഷഗാനത്തിൻ്റെ പിതാവ്. പ്രാചീന കാലത്ത് 12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായയിൽ അരങ്ങേറുന്ന മഹോത്സവമാണ് മാമാങ്കം. മാമാങ്കം നടത്തുവാനുള്ള ചുമതല തുടക്കത്തിൽ വഹിച്ചിരുന്നത് ആരാണെന്നറിയാമോ? മാമാങ്കം നടത്താനുള്ള ചുമതല തുടക്കത്തിൽ വഹിച്ചിരുന്നത് വള്ളുവ കോനാതിരിയാണ്. ആരാണ്? വള്ളുവ കോനാതിരിയാണ് മാമാങ്കം നടത്തുവാനുള്ള ചുമതല തുടക്കത്തിൽ വഹിച്ചിരുന്നത്. 14-ാം ശതകത്തിൻ്റെ അവസാനം മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനത്തിനുള്ള അവകാശം പിടിച്ചെടുത്തത് ആരാണ്? 14-ാം ശതകത്തിൻ്റെ അവസാനം മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനത്തിനുള്ള അവകാശം പിടിച്ചെടുത്തത് സാമൂതിരിയാണ് കേട്ടോ. ഏത് ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ചടങ്ങുകളിൽ ഒന്നായിരുന്നു പാണ്ടിയിലേക്ക് എഴുതുക? മാമാങ്കവുമായിട്ട് ബന്ധപ്പെട്ട മാമാങ്കത്തിൻ്റെ ആദ്യ ചടങ്ങുകളിൽപ്പെട്ട ഒന്നാണ് പാണ്ടിയിലേക്ക് എഴുതുക എന്നുള്ളത്. അപ്പോൾ മാമാങ്കം നടത്തുവാനുള്ള ചുമതല തുടക്കത്തിൽ വഹിച്ചത് വള്ളുവ കോനാതിരിയായിരുന്നു. 14-ാം ശതകത്തിൻ്റെ അവസാനം മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനത്തിനുള്ള അവകാശം പിടിച്ചെടുത്തത് സാമൂതിരിയാണ്. മാമാങ്കത്തിൻ്റെ ആദ്യത്തെ ചടങ്ങുകളിൽ ഒന്നാണ് പാണ്ടിയിലേക്ക് എഴുതുക എന്നുള്ളത്. മാമാങ്കത്തിൻ്റെ ആദ്യ ചടങ്ങുകളിൽ ഒന്നായിരുന്നു. മാമാങ്കത്തിനെത്തുന്ന സാമൂതിരിയെ വധിക്കാൻ ചാവേറ്റുപടയെ അയച്ചിരുന്നത് ആരാണ്? മാമാങ്കത്തിനെത്തുന്ന സാമൂതിരിയെ വധിക്കാൻ വേണ്ടിയിട്ട് വള്ളുവ കോനാതിരിയാണ് ചാവേറ്റുപടയെ അയച്ചിരുന്നത്. അപ്പോൾ മാമാങ്കത്തിനെത്തുന്ന സാമൂതിരിയെ വധിക്കാനായിട്ട് ചാവേറ്റുപടയെ അയച്ചിരുന്നത് വള്ളുവ കോനാതിരിയാണ്. ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങാണ് ചൂട്ടുവയ്പ്? ചൂട്ടുവയ്പ് പടയണിയുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങാണ് കേട്ടോ. പടയണിയുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങാണ് ചൂട്ടുവയ്പ്. 2010 ശ്രദ്ധിക്കുക, വർഷം ശ്രദ്ധിക്കുക. 2010 യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കലാരൂപം ഏതാണ്? 2010 യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കലാരൂപം എന്ന് പറയുന്നത് മുടിയേറ്റാണ്. അപ്പോൾ 2010 യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കലാരൂപമാണ് മുടിയേറ്റ്. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരെയാണ്? കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PN പണിക്കറാണ്. PN പണിക്കറാണ് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ മാമാങ്കത്തിനെത്തുന്ന സാമൂതിരിയെ വധിക്കാനായിട്ട് ചാവേറ്റുപടയെ അയച്ചിരുന്നത് വള്ളുവ കോനാതിരിയാണ്. ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങാണ് ചൂട്ടുവയ്പ്? പടയണിയുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങാണ് ചൂട്ടുവയ്പ്. 2010 യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കലാരൂപം ഏതാണ്? മുടിയേറ്റാണ്. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PN പണിക്കരാണ്. PN പണിക്കർ സ്ഥാപിച്ച ആദ്യത്തെ വായനശാല ഏതായിരുന്നു? PN പണിക്കർ സ്ഥാപിച്ച ആദ്യത്തെ വായനശാല സനാതനധർമ്മമാണ് കേട്ടോ. സനാതനധർമ്മം വായനശാലയാണ് PN പണിക്കർ സ്ഥാപിച്ച ആദ്യത്തെ വായനശാല. കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി സ്ഥാപിച്ചതാരാണ്? കാൻഫെഡ് ആണ് കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി. അത് സ്ഥാപിച്ചത് PN പണിക്കറാണ്. കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി കാൻഫെഡ് എന്നാണ് പറയുന്നത്. സ്ഥാപിച്ചത് PN പണിക്കറാണ്.
ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണെന്നറിയാമോ? ജൂൺ 19 വായനാ ദിനമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ആചരിക്കാൻ തുടങ്ങിയത് 1996 മുതലാണ് കേട്ടോ. ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് 1996 മുതലാണ്. ആരുടെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ചരമദിനമാണ്? PN പണിക്കരുടെ ചരമദിനമാണ് കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ PN പണിക്കർ സ്ഥാപിച്ച ആദ്യത്തെ വായനശാലയായിരുന്നു സനാതനധർമ്മം. കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി സ്ഥാപിച്ചത് PN പണിക്കറാണ്. ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് 1996 മുതലാണ്. ആരുടെ ചരമദിനമാണ് കേരളത്തിലെ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്? PN പണിക്കരുടെ ചരമദിനമാണ് കേരളത്തിലെ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. വാചിക പ്രധാനമായ കേരളത്തിലെ മുഖ്യ ക്ഷേത്രകല ഏതാണ്? വാചിക പ്രധാനമായിട്ടുള്ള കേരളത്തിലെ മുഖ്യ ക്ഷേത്രകലയാണ് കൂത്ത്. അപ്പം എന്താണ്? വാചിക പ്രധാനമായിട്ടുള്ള കേരളത്തിലെ മുഖ്യ ക്ഷേത്രകലയാണ് കൂത്ത്. ഏത് കലാരൂപത്തിൽ നിന്നാണ് നങ്ങ്യാർ കൂത്ത് ഉരുത്തിരിഞ്ഞതെന്നറിയപ്പെടുന്നത്? കൂടിയാട്ടത്തിൽ നിന്നാണ് നങ്ങ്യാർ കൂത്ത് ഉരുത്തിരിഞ്ഞതെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ വാചിക പ്രധാനമായ കേരളത്തിലെ മുഖ്യ ക്ഷേത്രകലയാണ് കൂത്ത്. കൂടിയാട്ടത്തിൽ നിന്നാണ് നങ്ങ്യാർ കൂത്ത് ഉരുത്തിരിഞ്ഞത്. കൂടിയാട്ടത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് നങ്ങ്യാർ കൂത്ത് എന്നാണ് കരുതപ്പെടുന്നത്. സ്ത്രീകൾ അവതരിപ്പിച്ചിരുന്ന കേരളത്തിലെ ക്ഷേത്രകല ഏതാണ്? നങ്ങ്യാർ കൂത്താണ് സ്ത്രീകൾ അവതരിപ്പിച്ചിരുന്ന കേരളത്തിലെ ക്ഷേത്രകല. നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ആരാണ്? നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചത് മാണി മാധവ ചാക്യാരാണ്. ആരാണ്? മാണി മാധവ ചാക്യാരുടെ ഒരു കൂടിയാട്ടത്തിൻ്റെ സമസ്ത വശങ്ങളെയും കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് രചിച്ചൊരു ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. എന്തിനെ പറ്റിയിട്ടാണ്? കൂടിയാട്ടത്തിൻ്റെ എല്ലാ വശങ്ങളെയും പറ്റി, കൂടിയാട്ടത്തെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് രചിച്ച ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. അതുപോലെ അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപം ഏതാണ്? കൂടിയാട്ടമാണ് അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപം. അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന കലാരൂപം ഏതാണ്? കൂടിയാട്ടമാണ്. നാട്യകൽപദ്രുമം എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത്, കൂടിയാട്ടത്തിൻ്റെ സമസ്ത വശങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന നാട്യകൽപദ്രുമം എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? മാണി മാധവ ചാക്യാരാണ്. സ്ത്രീകൾ അവതരിപ്പിച്ചിരുന്ന കേരളത്തിലെ ക്ഷേത്രകലയാണ് ഏത്? നങ്ങ്യാർ കൂത്ത്. ഏത് കലാരൂപത്തിൽ നിന്നാണ് നങ്ങ്യാർ കൂത്ത് ഉരുത്തിരിഞ്ഞത്? കൂടിയാട്ടത്തിൽ നിന്നാണ് നങ്ങ്യാർ കൂത്ത് ഉരുത്തിരിഞ്ഞത്. നങ്ങ്യാർ കൂത്ത് ഏത് കലയിൽ നിന്നാ? കൂടിയാട്ടത്തിൽ നിന്നാണ് നങ്ങ്യാർ കൂത്ത് ഉരുത്തിരിഞ്ഞത്. വാചിക പ്രധാനമായ കേരളത്തിലെ മുഖ്യ ക്ഷേത്രകലയാണ് കൂത്ത്. അരങ്ങുവിതാനം, ഗോഷ്ടി കാട്ടുക, അക്കിത്തച്ചൊല്ലൽ, അരങ്ങ് തളിക്കൽ എന്നിവ ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അരങ്ങുവിതാനം, ഗോഷ്ടി കാട്ടുക, അക്കിത്തച്ചൊല്ലൽ, അരങ്ങു തളിക്കൽ എന്നിവ ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവയെല്ലാം കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടവയാണ് കേട്ടോ. ഏതൊക്കെയാണ്? അരങ്ങുവിതാനം, ഗോഷ്ടി കാട്ടുക, അക്കിത്തച്ചൊല്ലൽ, അരങ്ങു തളിക്കൽ എന്നിവ കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടിയാട്ടത്തിലെ വാദ്യങ്ങൾ ഏതൊക്കെയാണ്? കൂടിയാട്ടത്തിലെ വാദ്യങ്ങളാണ്, പ്രധാന വാദ്യം എന്ന് പറയുന്നത് കൂടിയാട്ടത്തിൽ മിഴാവാണ്. കൂടിയാട്ടത്തിലെ പ്രധാന വാദ്യം മിഴാവാണ്. ഒപ്പം ഇടയ്ക്ക, ശംഖ്, കുറുംകുഴൽ, കുഴിത്താളം ഇവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇടയ്ക്ക, ശംഖ്, കുറുംകുഴൽ, കുഴിത്താളം ഇവയെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പ്രധാന വാദ്യം മിഴാവാണ്. അപ്പം അരങ്ങുവിതാനം, ഗോഷ്ടി കാട്ടുക, അക്കിത്തച്ചൊല്ലൽ, അരങ്ങു തളിക്കൽ എന്നിവ ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടിയാട്ടത്തിലെ പ്രധാന വാദ്യം എന്ന് പറയുന്നത് മിഴാവാണ്. ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം ഈ വാദ്യങ്ങളും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇളകിയാട്ടം, പകർന്നാട്ടം, ഇരുന്നാട്ടം തുടങ്ങിയ സവിശേഷ അഭിനയ രീതികളുള്ള കലാരൂപം ഏതാണ്? ഇളകിയാട്ടം, പകർന്നാട്ടം,
ഇരുന്നാട്ടം തുടങ്ങിയ സവിശേഷ അഭിനയ രീതികളുള്ള കലാരൂപമാണ് കൂടിയാട്ടം. അപ്പം എന്താണ്? ഇളകിയാട്ടം, പകർന്നാട്ടം, ഇരുന്നാട്ടം തുടങ്ങിയ സവിശേഷ അഭിനയ രീതികളുള്ള കലാരൂപമാണേത്? കൂടിയാട്ടം. ഏത് കലാരൂപമാണ് പ്രാചീന സംസ്കൃത നാടകങ്ങളുടെ കേരളീയമായ രംഗാവതരണ രീതി എന്നറിയപ്പെടുന്നത്? പ്രാചീന സംസ്കൃത നാടകങ്ങളുടെ കേരളീയമായ രംഗാവതരണ രീതി എന്നറിയപ്പെടുന്നത് കൂടിയാട്ടത്തെയാട്ടോ. അപ്പോൾ ഏത് കലാരൂപത്തെയാണ്? കൂടിയാട്ടത്തെയാണ് പ്രാചീന സംസ്കൃത നാടകങ്ങളുടെ കേരളീയമായ രംഗാവതരണ രീതി എന്നറിയപ്പെടുന്നത്. കഥകളി രംഗത്തെ പ്രശസ്തരായ വനിതകൾ ആരൊക്കെയാണ്? കഥകളി രംഗത്തെ പ്രശസ്തരായ വനിതകളാണ് ചവറ പാറുക്കുട്ടി, കറ്റശ്ശേരി സരോജിനി അമ്മ, സദനം പത്മാവതി അമ്മ. ഇവരൊക്കെ കഥകളി രംഗത്തെ പ്രശസ്തരായിട്ടുള്ള വനിതകളാണ്. ചവറ പാറുക്കുട്ടി, കറ്റശ്ശേരി സരോജിനി അമ്മ, സദനം പത്മാവതി അമ്മ. ആരൊക്കെയാണ്? ചവറ പാറുക്കുട്ടി, കറ്റശ്ശേരി സരോജിനി അമ്മ, സദനം പത്മാവതി അമ്മ. ഇവരൊക്കെ കഥകളി രംഗത്തെ പ്രശസ്തരായ വനിതകളാണ്. പ്രാചീന സംസ്കൃത നാടകങ്ങളുടെ കേരളീയമായ രംഗാവതരണ രീതി എന്നറിയപ്പെടുന്നത് കൂടിയാട്ടത്തെയാണ്. ഇളകിയാട്ടം, പകർന്നാട്ടം, ഇരുന്നാട്ടം തുടങ്ങിയ സവിശേഷ അഭിനയ രീതികളുള്ള കലാരൂപമാണ് കൂടിയാട്ടം. രാമനാട്ടം കഥകളിയായിട്ട് പരിഷ്കരിക്കപ്പെടുന്നതിന് വെട്ടത്ത് രാജാവ് വരുത്തിയ മാറ്റങ്ങൾ അറിയപ്പെടുന്നത് എന്താണെന്നറിയാമോ? വെട്ടത്തുനാടൻ സമ്പ്രദായം എന്നാണ്. അപ്പം എന്താണ്? രാമനാട്ടത്തെ കഥകളിയായിട്ട് പരിഷ്കരിക്കപ്പെടുന്നതിന് വെട്ടത്ത് രാജാവ് വരുത്തിയ മാറ്റങ്ങളെ വെട്ടത്തുനാടൻ സമ്പ്രദായം എന്നാണ് പറയുന്നത്. വെട്ടത്ത് രാജാവാണ് മാറ്റം വരുത്തിയത്. അപ്പം അതിനെ എന്താണ്? വെട്ടത്തുനാടൻ സമ്പ്രദായം എന്നാണ് അറിയപ്പെടുന്നത്. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ ഏതൊക്കെയാണ്? ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകളാണ് കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം. ഏതൊക്കെയാണ്? ദക്ഷയാഗം, ഉത്തരാസ്വയംവരം, കീചകവധം. ദക്ഷയാഗം, ഉത്തരാസ്വയംവരം, കീചകവധം. ഈ ആട്ടകഥകളൊക്കെ രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം. ഭഗവതം, കല്യാണ സൗഗന്ധികം, കാലകേയവധം എന്നീ ആട്ടക്കഥകളൊക്കെ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ് കേട്ടോ. അപ്പോൾ ഭഗവതം, കല്യാണ സൗഗന്ധികം, കാലകേയവധം ഈ ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ്. മാറിപ്പോവരുത്. കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം ഇതൊക്കെ രചിച്ചത്, ഈ ആട്ടക്കഥ രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. ചിലപ്പോൾ നമ്മളോട് കല്യാണ സൗഗന്ധികം ആട്ടക്കഥ രചിച്ചത് ആര്? ഓപ്ഷൻ എ ഇരയിമ്മൻ തമ്പി, ഓപ്ഷൻ ബി കോട്ടയത്ത് തമ്പുരാൻ. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇരയിമ്മൻ തമ്പിയിലേക്കൊന്നും പോയി ഉത്തരം സെലക്ട് ചെയ്യരുത്. ഉത്തരം ആരാണ്? കോട്ടയത്ത് തമ്പുരാനാണ് കല്യാണ സൗഗന്ധികം ആട്ടക്കഥ രചിച്ചത്. ഭഗവതം, കല്യാണ സൗഗന്ധികം, കാലകേയവധം എന്നീ ആട്ടക്കഥകൾ രചിച്ചത് കോട്ടയത്ത് തമ്പുരാനാണ്. കീചകവധം, ഉത്തരാസ്വയംവരം, ദക്ഷയാഗം ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകളാണ്. രാമനാട്ടത്തെ കഥകളിയായിട്ട് പരിഷ്കരിക്കപ്പെടുന്നതിന് വെട്ടത്ത് രാജാവ് വരുത്തിയ മാറ്റങ്ങളാണ് വെട്ടത്ത് നാടൻ സമ്പ്രദായം. നളചരിതം ആട്ടക്കഥ രചിച്ചതാരാണ്? ആരാണ്? നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ്. ഉണ്ണായി വാര്യർ രചിച്ച ആട്ടക്കഥ ഏതാണ്? നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ്. മലയാളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ്? മലയാളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ. അപ്പം നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ്. മലയാളത്തിലെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ. ആട്ടക്കഥാ സാഹിത്യത്തിൽ പ്രഥമ സ്ഥാനത്തിന് അർഹമായ കൃതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നളചരിതം ആട്ടക്കഥയാണ് കേട്ടോ. ആട്ടക്കഥ സാഹിത്യത്തിൽ പ്രഥമ സ്ഥാനത്തിന് അർഹമായ കൃതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരുടെ? ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയാണ്. നാശോന്മുഖമായിരുന്ന കഥകളിയുടെ തിരിച്ചുവരവിന് കാരണമായത് ഏത് സ്ഥാപനത്തിൻ്റെ രൂപവൽക്കരണമാണ്? കേരള കലാമണ്ഡലത്തിൻ്റെ രൂപവൽക്കരണമാണ് നാശോന്മുഖമായിരുന്ന കഥകളിയുടെ തിരിച്ചുവരവിന് കാരണമായിട്ടുള്ളത്. അപ്പം എന്താണ്? നാശോന്മുഖമായിരുന്ന കഥകളിയുടെ തിരിച്ചുവരവിന് കാരണമായത് ഏത് സ്ഥാപനത്തിൻ്റെ രൂപവൽക്കരണമാണ്? കേരള കലാമണ്ഡലത്തിൻ്റെ.
ആട്ടക്കഥാ സാഹിത്യത്തിൽ പ്രഥമ സ്ഥാനത്തിന് അർഹമായ കൃതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നളചരിതം ആട്ടക്കഥയാണ്. മലയാളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും നളചരിതം ആട്ടക്കഥയാണ്. ആട്ടക്കഥാ സാഹിത്യത്തിൽ പ്രഥമ സ്ഥാനത്തിന് അർഹമായ കൃതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും നളചരിതം ആട്ടക്കഥയാണ്. നളചരിതം ആട്ടക്കഥ രചിച്ചതാരാണ്? ഉണ്ണായി വാര്യരാണ് നളചരിതം ആട്ടക്കഥ രചിച്ചത്. കഥകളിയിലെ ഒരു പുരുഷ കഥാപാത്രത്തിൻ്റെ മുഖത്തെഴുത്ത് പൂർത്തിയാക്കാൻ ഏതാണ്ട് എത്ര സമയം വേണ്ടിവരും? കഥകളിയിലെ ഒരു പുരുഷ കഥാപാത്രത്തിൻ്റെ മുഖത്തെഴുത്ത് പൂർത്തിയാക്കാനായിട്ട് ഏകദേശം 3 മുതൽ 5 മണിക്കൂർ വരെ വേണ്ടിവരും. കഥകളിയിലെ ഒരു പുരുഷ കഥാപാത്രത്തിൻ്റെ മുഖത്തെഴുത്ത് പൂർത്തിയാക്കാനായിട്ട് ഏതാണ്ട് എത്ര സമയം വേണ്ടിവരും? 3 മുതൽ 5 മണിക്കൂർ വരെ വേണ്ടിവരും. കഥകളിയിലെ ഒരു കഥ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഏതാണ്ട് എത്ര സമയം വേണ്ടിവരും? 6 മുതൽ 8 മണിക്കൂർ വരെ വേണ്ടിവരും. കഥകളിയിലെ ഒരു കഥ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഏതാണ്ട് എത്രയാണ്? 6 മുതൽ 8 മണിക്കൂർ വരെ സമയം വേണ്ടിവരും. അതുപോലെ കഥകളിയിലെ ഒരു പുരുഷ കഥാപാത്രത്തിൻ്റെ മുഖത്തെഴുത്ത് പൂർത്തിയാക്കാനായിട്ട് ഏകദേശം 3 മുതൽ 5 മണിക്കൂർ വരെയും വേണ്ടിവരും. പ്രവാസി മലയാളികൾക്ക് മലയാള ഭാഷാ പഠനത്തിന് അവസരമൊരുക്കാനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മലയാളം മിഷനാണ് കേട്ടോ. പ്രവാസി മലയാളികൾക്ക് മലയാള ഭാഷാ പഠനത്തിന് അവസരമൊരുക്കാനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മലയാളം മിഷൻ. അപ്പം കഥകളിയിലെ ഒരു പുരുഷ കഥാപാത്രത്തിൻ്റെ മുഖത്തെഴുത്ത് പൂർത്തിയാക്കാനായിട്ട് ഏകദേശം 3 മുതൽ 5 മണിക്കൂർ വരെ സമയം വേണ്ടിവരും. കഥകളിയിലെ ഒരു കഥ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാനായിട്ട് ഏകദേശം 6 മുതൽ 8 മണിക്കൂർ വരെ വേണ്ടിവരും. പ്രവാസി മലയാളികൾക്ക് മലയാള ഭാഷാ പഠനത്തിന് അവസരം ഒരുക്കാനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മലയാളം മിഷൻ. മലയാളം മിഷൻ രൂപവൽക്കരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയ വർഷം ഏതാണെന്നറിയാമോ? മലയാളം മിഷൻ രൂപവൽക്കരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത് 2009 ജനുവരി 19-നാണ്. മലയാളം മിഷൻ രൂപവൽക്കരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത് 2009 ജനുവരി 19-നാണ്. 2009 ജനുവരി 19-ന് ഏത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമാണ് എവിടെയെല്ലാം മലയാളികൾ അവിടെയെല്ലാം മലയാളം എന്നുള്ളത്? മലയാളം മിഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എവിടെയെല്ലാം മലയാളികൾ അവിടെയെല്ലാം മലയാളം. 2009 ജനുവരി 19-നാണ് മലയാളം മിഷൻ രൂപവൽക്കരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയതെന്ന് നമ്മൾ പഠിച്ചില്ലേ? എന്നാൽ അത് ഉദ്ഘാടനം ചെയ്തത് 2009 ഒക്ടോബർ 22-നാണ്. 2009 ഒക്ടോബർ 22-ന് മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്തത് VS അച്യുതാനന്ദനാണ് കേട്ടോ. 2009 ഒക്ടോബർ 22-ന് മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? VS അച്യുതാനന്ദനാണ്. ഏത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമാണ് എവിടെയെല്ലാം മലയാളികൾ അവിടെയെല്ലാം മലയാളം എന്നുള്ളത്? മലയാളം മിഷൻ്റെ ലക്ഷ്യമാണ്. മലയാളം മിഷൻ രൂപവൽക്കരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയ വർഷം 2009 ജനുവരി 19-ാണ്. മലയാളം മിഷൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് എവിടെയാണെന്നറിയാമോ? മലയാളം മിഷൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഡൽഹിയിലാണ്. മലയാളം മിഷൻ നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ പേരെന്താണ്? മലയാളം മിഷൻ നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ പേരാണ് കണിക്കൊന്ന. മലയാളം മിഷൻ നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ പേരെന്താണ്? കണിക്കൊന്ന. മലയാളം മിഷൻ നടത്തുന്ന ഡിപ്ലോമ കോഴ്സിൻ്റെ പേര് സൂര്യകാന്തി എന്നും ഹയർ ഡിപ്ലോമ കോഴ്സിൻ്റെ പേര് ആമ്പൽ എന്നും സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സിൻ്റെ പേര് നീലക്കുറിഞ്ഞി എന്നുമാണ് കേട്ടോ. അപ്പം മലയാളം മിഷൻ നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സാണ് കണിക്കൊന്ന, ഡിപ്ലോമ കോഴ്സാണ് സൂര്യകാന്തി, ഹയർ ഡിപ്ലോമ കോഴ്സാണ് ആമ്പൽ, സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സ് ഏതാണ്? നീലക്കുറിഞ്ഞിയാണ്. മലയാളം മിഷൻ്റെ മുഖപത്രമായ വാർത്താപത്രിക ഏതാണ്? ഭൂമി മലയാളമാണ് മലയാളം മിഷൻ്റെ മുഖപത്രമായിട്ടുള്ള വാർത്താ പത്രിക. അപ്പം സൂര്യകാന്തി, ആമ്പൽ, നീലക്കുറിഞ്ഞി, കണിക്കൊന്ന ഈ പേരുകളിൽ എന്തൊക്കെയാണ്? ഏത് കോഴ്സാണ്? സർട്ടിഫിക്കറ്റ് കോഴ്സാണെങ്കിൽ കണിക്കൊന്ന, ഡിപ്ലോമ സൂര്യകാന്തി, ആമ്പൽ ഹയർ ഡിപ്ലോമയും നീലക്കുറിഞ്ഞി സീനിയർ ഹയർ ഡിപ്ലോമയും. മലയാളം മിഷൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഡൽഹിയിലാണ്. മലയാളം മിഷൻ്റെ വെബ് മാഗസിൻ്റെ പേരെന്താ? മലയാളം മിഷൻ്റെ വെബ് മാഗസിൻ്റെ പേരാണ് പൂക്കാലം. മലയാളം മിഷൻ്റെ വെബ് മാഗസിൻ്റെ പേരെന്താണ്?
പൂക്കാലം എന്നാണ് മലയാളം മിഷൻ്റെ വെബ് മാഗസിൻ്റെ പേര്. അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളിലേക്കും മലയാളം ഭാഷയും സംസ്കാരവും എത്തിക്കാനായിട്ട് മലയാളം മിഷൻ ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് റേഡിയോ മലയാളം. ലോകത്തുള്ള എല്ലാ മലയാളികളിലേക്കും മലയാളം ഭാഷയും സംസ്കാരവും എത്തിക്കാനായിട്ട് മലയാളം മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് റേഡിയോ മലയാളം. ഭൂമി മലയാളം മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് അതെന്താണെന്നറിയാമോ? ലോകത്ത് എവിടെ നിന്നും ആർക്കും ഓൺലൈനായിട്ട് മലയാളം പഠിക്കാൻ സഹായിക്കുന്ന കോഴ്സാണ് ഭൂമി മലയാളം മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഭൂമി മലയാളം മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എരവിമംഗലത്താണ്. എവിടെയാണ്? എരവിമംഗലത്താണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. എരവിമംഗലം തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എരവിമംഗലത്താണ്. എരവിമംഗലം തൃശ്ശൂർ ജില്ലയിലാണ്. കവിതാ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? കവിതാ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ അവാർഡ് ലഭിച്ചത് കളിയച്ചനാണ്. പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ചനാണ് കവിതാ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ അവാർഡ് ലഭിച്ച കൃതി. അപ്പം കളിയച്ചൻ, പി കുഞ്ഞിരാമൻ നായർ. കളിയച്ചൻ എഴുതിയതാരാ? പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ചനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ അവാർഡ് ലഭിച്ച, കവിതാ വിഭാഗത്തിൽ പ്രഥമ അവാർഡ് ലഭിച്ച കൃതി എന്ന് പറയുന്നത് കളിയച്ചനാണ്. മലയാളം മിഷൻ്റെ വെബ് മാഗസിനാണ് പൂക്കാലം. നോവൽ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച പ്രഥമ കൃതി ഏതാ? നോവൽ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച പ്രഥമ കൃതി എന്ന് പറയുന്നത് ഉമ്മാച്ചു ആണ്. ഉറൂബിൻ്റെ ഉമ്മാച്ചുവിനാണ് നോവൽ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ അവാർഡ് ലഭിച്ചത്. നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നറിയാമോ? നാടകത്തിനുള്ള അഴിമുഖത്തേക്ക് എന്ന് പറയുന്ന നാടകത്തിന് എൻ കൃഷ്ണപിള്ളയ്ക്കാണ് നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരം നേടിയത്. അഴിമുഖത്തേക്ക് അത് എഴുതിയത് എൻ കൃഷ്ണപിള്ളയാണ്. അപ്പം എന്താണ്? നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരം ലഭിച്ചത് അഴിമുഖത്തേക്ക് എന്ന് പറയുന്ന നാടകത്തിനാണ്. ഏത് നാടകത്തിനാണ്? അഴിമുഖത്തേക്ക്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരം നേടിയ കൃതിയാണ് അഴിമുഖത്തേക്ക് എന്നുള്ളത്. അപ്പം നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരം നേടിയ കൃതിയാണ് അഴിമുഖത്തേക്ക്. അത് എഴുതിയത് എൻ കൃഷ്ണപിള്ളയാണ്. പുരസ്കാരം നേടിയ കൃതി എന്ന് ഓർത്തു വെക്കുക. കാരണം ഇവിടെ നമുക്ക് അതെന്താണ് അങ്ങനെ എടുത്തു പറഞ്ഞതെന്ന് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. കേരള സാഹിത്യ അക്കാദമി നാടകത്തിനുള്ള പ്രഥമ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ എസ്.എൽ. പുരം സദാനന്ദനാണ്. കാക്കപ്പൊന്ന് എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി നാടകത്തിനുള്ള പ്രഥമ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആരാണ്? എസ്.എൽ. പുരം സദാനന്ദനാണ്. ആരാണ്? എസ്.എൽ. പുരം സദാനന്ദനാണ്. ഇവിടെ നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരം നേടിയ കൃതിയാണ് അഴിമുഖത്തേക്ക്, എൻ കൃഷ്ണപിള്ളയുടെ അഴിമുഖത്തേക്ക്. അശ്വതി കാവ് തീണ്ടൽ ഏതുത്സവത്തിൻ്റെ ഭാഗമാണ്? കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഭാഗമാണ് അശ്വതി കാവ് തീണ്ടൽ. അപ്പം നോവൽ വിഭാഗത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച പ്രഥമ കൃതിയാണ് ഉറൂബിൻ്റെ ഉമ്മാച്ചു. നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരം നേടിയ കൃതി അഴിമുഖത്തേക്കാണ്, എൻ കൃഷ്ണപിള്ളയുടെ. അശ്വതി കാവ് തീണ്ടൽ ഏതുത്സവത്തിൻ്റെ ഭാഗമാണ്? അശ്വതി കാവ് തീണ്ടൽ കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഭാഗമാണ്. കേരള സാഹിത്യ അക്കാദമി നാടകത്തിനുള്ള പ്രഥമ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ എസ്.എൽ. പുരം സദാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ കാക്കപ്പൊന്നിന്. കേരളത്തിലെ ലളിതകലാ പാരമ്പര്യം സംരക്ഷിക്കാനും വികസിപ്പിക്കാനുമായിട്ട് രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? കേരള ലളിതകലാ അക്കാദമിയാണ്. കേരളത്തിൻ്റെ ലളിതകലാ പാരമ്പര്യം സംരക്ഷിക്കാനും വികസിപ്പിക്കാനുമായിട്ടൊക്കെ രൂപം നൽകിയ സ്ഥാപനം കേരള ലളിതകലാ അക്കാദമിയാണ്. തൃശ്ശൂർ ആസ്ഥാനമാക്കി ലളിതകലാ അക്കാദമിക്ക് രൂപം നൽകിയ വർഷം ഏതാണ്? 1962 തൃശ്ശൂർ ആസ്ഥാനമാക്കി കേരള ലളിതകലാ അക്കാദമി രൂപം കൊണ്ടത്. കേരളത്തിൻ്റെ ലളിതകലാ പാരമ്പര്യം സംരക്ഷിക്കാനും വികസിപ്പിക്കാനുമായിട്ടൊക്കെ രൂപം നൽകിയ സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി.
1958 സ്ഥാപിതമായ സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? 1958 സ്ഥാപിതമായ സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തതാരാ? സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1958 സ്ഥാപിതമായ സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കലാമണ്ഡലം സ്ഥാപിക്കാൻ മഹാകവി വള്ളത്തോളിനെ സഹായിച്ചതാരാണ്? മണക്കുളം മുകുന്ദരാജയാണ് കലാമണ്ഡലം സ്ഥാപിക്കാനായിട്ട് വള്ളത്തോളിനെ സഹായിച്ചത്. അപ്പം എന്താണ്? കലാമണ്ഡലം സ്ഥാപിക്കാനായിട്ട് വള്ളത്തോളിനെ സഹായിച്ചതാരാണ്? മണക്കുളം മുകുന്ദരാജ. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന മാസികയുടെ പേരെന്താണ്? തളിർ മാസിക എന്നാണ്. തളിര് എന്നാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന മാസികയുടെ പേര്. അപ്പം 1958 സ്ഥാപിതമായ സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ് സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. കലാമണ്ഡലം സ്ഥാപിക്കാൻ മഹാകവി വള്ളത്തോളിനെ സഹായിച്ചതാരാണ്? മണക്കുളം മുകുന്ദരാജയാണ്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന മാസിക ഏതാണ്? തളിര്. തിരുവനന്തപുരത്ത് കുതിരമാളികയുടെ നിർമ്മാണം നടന്നത് ഏതു ഭരണാധികാരിയുടെ കാലത്താണ്? സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് തിരുവനന്തപുരത്ത് കുതിരമാളികയുടെ നിർമ്മാണം നടന്നത്. മടവൂർ പാറ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മടവൂർ പാറ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലത്താണ് കേട്ടോ. അരീട്ടുവാഴ്ച കൊട്ടാര സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അരീട്ടുവാഴ്ച കൊട്ടാര സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് കുതിരമാളികയുടെ നിർമ്മാണം നടന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ്. മടവൂർ പാറ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കോട്ടുക്കൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലത്താണ്. അരീട്ടുവാഴ്ച കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ്. അത്തച്ചമയം ഘോഷയാത്ര നടക്കുന്നത് എവിടെയാ? തൃപ്പൂണിത്തുറയിലാണ് അത്തച്ചമയം ഘോഷയാത്ര നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലോത്സവം ഏതാ? കേരളത്തിലെ ഏറ്റവും വലിയ ജലോത്സവമാണ് നെഹ്റു ട്രോഫി വള്ളംകളി. കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ പാനൽ ചുമർചിത്രം ഏതാണ്? ഒറ്റ പാനൽ ചുമർചിത്രം എന്ന് പറയുന്നത് ഗജേന്ദ്ര മോക്ഷമാണ്. ഇത് കൃഷ്ണപുരം കൊട്ടാരം, കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിലുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ പാനൽ ചുമർചിത്രമാണിത് കേട്ടോ. ഒറ്റ പാനൽ ചുമർചിത്രമാണ് ഗജേന്ദ്രമോക്ഷം. എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വൈക്കത്തഷ്ടമി? 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വൈക്കത്തഷ്ടമി. അപ്പോൾ അത്തച്ചമയം ഘോഷയാത്ര നടക്കുന്നത് തൃപ്പൂണിത്തുറയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലോത്സവമാണ് നെഹ്റു ട്രോഫി വള്ളംകളി. കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ പാനൽ ചുവർചിത്രം ഏതാ? ഗജേന്ദ്രമോക്ഷമാണ്. എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വൈക്കത്തഷ്ടമി? 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വൈക്കത്തഷ്ടമി. ഏത് ക്ഷേത്രത്തിലെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങാണ് ആനയോട്ടം? ആനയോട്ടം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങാണ് ആനയോട്ടം. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച രാജാവ് ആരാണ്? കൊച്ചി രാജാവ്. ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച കൊച്ചി രാജാവ്. വേലകളുടെ വേല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂരമേതാ? നെന്മാറ വേലയാണ് വേലകളുടെ വേല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂരം. അപ്പോൾ വേലകളുടെ വേല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂരം ഏതാണ്? നെന്മാറ വേലയാണ്. കഥകളി സംഗീതത്തിലെ സാഹിത്യം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കഥകളി സംഗീതത്തിലെ സാഹിത്യത്തിനെ ആട്ടക്കഥ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കഥകളി സംഗീതത്തിലെ സാഹിത്യം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ആട്ടക്കഥ എന്ന പേരിലാണ്. ആനയോട്ടം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങാണ്. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച കൊച്ചി രാജാവാണ് ശക്തൻ തമ്പുരാൻ. വേലകളുടെ വേല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൂരം നെന്മാറ വേലയാണ്. കഥകളി സംഗീതത്തിലെ സാഹിത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആട്ടക്കഥ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിന്ന് നോക്കാനുള്ളത്. ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഭാഗത്തു നിന്നും എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളതും മുൻപ് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാവരും ആവർത്തിച്ച് കേട്ട് ഈ ക്ലാസ് എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിന് നോട്ട്സ് വേണമെങ്കിൽ അത് എഴുതി തയ്യാറാക്കുക. അതല്ല 1-2 പ്രാവശ്യം കേട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകളെ പറ്റിയിട്ടും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.